إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റയിൽ നിന്നൊരു വലിയ പാഠം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ ബാധ്യത അത് അള്ളാഹിന്റെ ദീൻ എന്ത് പറയുന്നോ അതനുസരിച്ച് ജീവിക്കലാണ്. അതിനെന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊന്നൊരു ന്യായമല്ല. ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇന്ന് മുഹറം 10 നമ്മളൊക്കെ നോമ്പിലായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മഹാനായ മൂസ അലൈഹി സ്വലാമിൻ്റെ ഹിജ്റ, അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയൊക്കെ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു സമയത്തിലാണ് നമ്മളുള്ളത്. ഇവരുടെ 2 ഹിജ്റയിലും മൂസ അലൈഹി സ്വലാമിൻ്റെ അതുപോലെ അദ്ദേഹത്തിൻ്റെ അണികൾ അവരുടെ ഹിജ്റ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സഹാബത്തിന്റെ ഹിജ്റ, ഇതിലൊക്കെ പരസ്പരം സാദൃശ്യമുള്ള ചില വിഷയങ്ങളുണ്ട്. ചില വിഷയത്തിലൊക്കെ ഈ ഉമ്മത്തിൻ്റെ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ കഴിയും. സാദൃശ്യമുള്ള പലതിലും 1-2 ഇങ്ങനെയാണ്. ഒന്ന്, സ്വന്തം നാട് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അവർ നാട് വിടുന്നത്, മറിച്ച് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മൂസ അലൈഹി സ്വലാമിനെ വധിക്കാൻ ഒരുപാട് വട്ടം അവർ ശ്രമിച്ചിട്ടുണ്ട്. മർദ്ദനം മാത്രമല്ല, മൂസ അലൈഹി സ്വലാം ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ വരാനിരിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നു കളയാനുള്ള കൽപ്പനയാണ് ഫിർഔൻ പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഫിർഔൻ തന്നെ അദ്ദേഹത്തെ വളർത്തുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ച ഒരു അത്ഭുതം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ മൂസ അലൈഹി സ്വലാം യുവാവായിരുന്ന കാലത്ത് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരു അബദ്ധത്തിൽ ഫിർഔന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരുത്തനെ അടിച്ചപ്പോൾ അയാൾ അതുവഴി മരിച്ചുപോയി. അപ്പം അതിൻ്റെ പകരം എന്ന നിലക്ക് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അദ്ദേഹം ആ നാട് വിട്ട് അന്യനാട്ടിൽ പോയിട്ടാണ്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു നാട് വിടലായിരുന്നു. അന്യനാട്ടിൽ മദിയൻ എന്ന സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ അദ്ദേഹം 8-10 കൊല്ലം ആടുകളെ മേക്കുന്നത്. പിന്നെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഫിറൗന്റെ കൊട്ടാരത്തിൽ പോയി ദഅ്വാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്ത് ആൾക്കാർക്കിടയിൽ സ്വീകാര്യമാവുന്നു എന്ന് കണ്ടപ്പോൾ അപ്പോഴും വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദറൂനി അഖ്തുൽ മൂസ, ഇനി മൂസനെ അങ്ങനെ വിടാൻ പറ്റില്ല, ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു.
ഫിറോൻ പറഞ്ഞതാണ്. പക്ഷെ അതും അവിടെ വെച്ച് തന്നെ അത് ഇല്ലാതെയായി. കാരണം ഫിറോന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ അതിനെതിരെ അതിശക്തമായി നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അത് പറ്റിയില്ല. അതൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ് സൂറത്ത് ഗാഫിറിൽ. വീണ്ടും മൂസാ നബി തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. അവസാനം ഫിറോൻ അദ്ദേഹത്തെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവിടെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയതായിരുന്നു മുഹറം 10 രക്ഷപ്പെടുത്തൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വധിക്കാൻ അനേകം വട്ടം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നബി ഒരിക്കൽ യാത്ര കഴിഞ്ഞ് കടന്നുറങ്ങുമ്പോൾ ഒരുത്തൻ നബിന്റെ വാളെടുത്തിട്ട് നിന്നെ കൊല്ലാൻ പോവുകയാണ്, ആരാ രക്ഷിക്കാന്ന് ചോദിച്ച സംഭവം കണ്ടല്ലോ. റസൂല് പറഞ്ഞു എന്നെ അള്ളാഹ് രക്ഷിക്കുന്നു. അയാളെ കയ്യിൽ നിന്ന് വാള് വീണം. എന്നിട്ട് ആ വാള് നബി എടുത്ത് നീ നിന്നെ ആരാ രക്ഷിക്കുക ചോദിച്ച സംഭവം കണ്ട്. അയാൾ പറഞ്ഞു എന്നെ മുഹമ്മദ് അല്ല ആരും രക്ഷിക്കൂല, എന്നാൽ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പോയിക്കോന്നാണ്. അയാൾ പിന്നെ അത് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായി അദ്ദേഹത്തിന്റെ. ഇതുപോലെ ജൂതന്മാരുടെ അടുത്തേക്ക് നബി ഒരു കാര്യത്തിന് പോയപ്പോൾ അവർ നബിയോട് ഒരു മതിലിന്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചതിയന്മാരായ ജൂതന്മാർ മതിലിന്റെ പുറകിലൂടെ വന്നിട്ട് വലിയ പാറ നബിന്റെ തലയിലേക്ക് ഇട്ട് കൊല്ലണം എന്നാണ് അവരുടെ പദ്ധതി. പക്ഷെ അള്ളാഹു അത് അറിയിച്ചു. നബി അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് പുറപ്പെട്ടു. മറ്റൊരിക്കൽ ഒരു ജൂത സ്ത്രീ നബിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റസൂലും എതിരാളികളും നടന്ന യുദ്ധങ്ങളിലൊക്കെ നബിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നബിയെ വകവരുത്തുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവർ ഹിജറ പോവാനുള്ള കാരണവും ഹിജറ പോയതിന് ശേഷമൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞത്. ജീവിതത്തിലെ 2 പ്രവാചകന്മാർക്കിടയിൽ കുറേ വിഷയങ്ങളിൽ സാദൃശ്യമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ഇതുപോലെ ഹിജറ പോകുന്ന സന്ദർഭങ്ങളിൽ എതിരാളികൾ പിന്നാലെ ഉണ്ടാകും. അവർ ഹിജറ പോകുമ്പോഴും അവരെ പിടിക്കാൻ നാട് വിടുകയാണെങ്കിലും അവർ വെറുതെ വിടൂല എന്ന രൂപത്തിലായിരുന്നു. മൂസാ അലൈഹി സ്വലാമിനെ പറ്റി ആ കഥയിൽ അല്ലാഹ് പറഞ്ഞു, ഫർസല ഫിറഔന ഫിൽ മദായിനി ഹാശിരീൻ. ഫിറഔൻ എന്ത് ചെയ്തു? അവസാനം എല്ലാ പട്ടണങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലെല്ലാം അവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ആൾക്കാരെ വിന്യസിച്ചു. ഇസ്രായേലിൽ ഇവിടെ ഉണ്ട്, അവരൊക്കെ പിടിക്കണം എന്നാണ്. എല്ലാവരും ഒരു വളരെ ചെറിയൊരു ടീമുള്ളൂ, എല്ലാവരും പിടിക്കണം, നമുക്ക് ഒന്നിനും ഇവിടെ അവശേഷിപ്പിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോഴാണ് മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞത് രാത്രി പുറപ്പെടണം എന്നാണ്, രാത്രി പോകണം, നാട് വിടണം എന്നാണ്. അങ്ങനെ ഇസ്രായേലിൽ മൂസാ നബി നാട് വിടുകയാണ്. അപ്പൊ ശത്രുക്കൾ പിന്നാലുണ്ട്. നേരം വെളുത്തപ്പോ ശത്രുക്കളൊക്കെ, കാരണം ഫിറഔൻ അങ്ങനെ ഒരു ഓർഡർ കൊടുത്തോണ്ട് എല്ലാവരും ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഫലമ്മ തറാഅൽ ജംആൻ, അങ്ങനെ കണ്ടുമുട്ടിയവരും. മൂസാ നബി പോയി ഒരു സമുദ്രത്തിന്റെ അടുത്തെത്തി. ഇസ്രായേലിലും നാനാഭാഗത്തുനിന്ന് അവരും വന്നു. അപ്പൊ കാല അസ്ഹാബ് മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞു, ഇന്നാല മുതറക്കും, നമ്മളെ പിടിച്ചത് തന്നെ, എവിടേക്ക് രക്ഷപ്പെടുക? എല്ലാ ഭാഗത്തുനിന്നും ഒരു ഭാഗത്തുനിന്ന് ഒന്നടങ്ങും, നാനാഭാഗം ശത്രുക്കൾ, ഇപ്പുറത്ത് സമുദ്രമാണ്, നമ്മളിഞ്ഞൊരു രക്ഷയില്ല. ഇന്നാല മുതറക്കും, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. അപ്പൊ മൂസാ നബി പറഞ്ഞു, കല്ല, ഒരിക്കലുമില്ല, പിടിക്കപ്പെടൂല എന്ന്. ഇന്നമായ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനൊരു വഴി കാണിച്ചു തരും എന്നാണ്. ആ വഴി കാണിച്ചു കൊടുത്തു. കയ്യിലുള്ള വടി സമുദ്രത്തിലടിക്കാൻ പറഞ്ഞു. സമുദ്രം പിളർന്നു, 2 ഭാഗമായി. കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അലീം, വലിയ മല പോലെ ഉയർന്നു നിൽക്കുകയാണ് വെള്ളം. അതിൻ്റെ അടിയിലൂടെ നടന്നു പോകണം. ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ഇവരൊന്നടങ്ങും. എങ്ങനെയെന്ന് അറിയാം? 100 ഒട്ടകമാണ് അവർ സമ്മാനം പ്രഖ്യാപിച്ചത്. 100 ഒട്ടകം. മുഹമ്മദ് നബിനെ കൊന്നു വരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം എന്നാണ്. അങ്ങനെയായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ അതവർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമാണ് അവർക്ക്, വല്ലാത്തൊരു ഭാഗ്യമായിട്ട് അവർ കാണുന്നു. അതുകൊണ്ട് മക്കയിലുള്ളവരൊക്കെ ആ സമ്മാനം കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. നബി ഹിജ്റ പോകുമ്പം എല്ലാവരും നബിനെ പിന്തുടരാണ്.
അവസാനം അവര് നബി തിരുമേനിയും അബൂബക്കർ സിദ്ദീഖും ഒളിച്ചിരിക്കുന്ന സൗർ ഗുഹയിലും എത്തി. അവർ നടന്നു പോകുന്ന കാലുകൾ നബിയും സിദ്ദീഖും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് പറഞ്ഞല്ലോ അന്നഹദഹും നളറ തഹ്ത ഖദമൈഹി, അതിലാരെങ്കിലും തന്നെ ഒന്ന് കുഴിഞ്ഞു നോക്കിയാൽ, അവന്റെ കാലിന്റെ ഭാഗത്തോട് നോക്കിയാൽ നമ്മളെ നിന്ന് കാണും. അപ്പോഴും നബി പറഞ്ഞ മറുപടി എന്താ? മുമ്പ് മൂസാ നബി പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളെ പിടികൂടുന്നോ? ഇല്ല, പിടികൂടൂല. അതുകൊണ്ടാ പറഞ്ഞ ലാ തഹ്സൻ അബൂർ സിദ്ദീഖ്, നിങ്ങൾ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ ഉണ്ട്. മാ വന്നുക യാ അബൂബക്കർ, എന്താ നീ വിചാരിച്ചത്? സിദ്ദീഖിനോട് പറയാം. ബിസിനെ രണ്ടാള് അള്ളാഹു സാലിസുഹുമ, മൂന്നാമതായി അള്ളാഹു ഉണ്ടാവുമ്പോ അവരെ പറ്റി നീ എന്താ വിചാരിച്ച്? അവര് കാണുന്ന, അവര് നോക്കൂല, കാണൂല. അപ്പൊ എന്താണ് ഇവിടെ? ഭൗതികമായ എല്ലാം നമുക്ക് ചെയ്യാനുള്ളതിനില്ല, അവരുടെ മുമ്പിൽ തന്നെയാണ്. ഒരു ഭാഗത്ത് മൂസാ അലൈഹിസ്സലാമിന്റെ എതിരാളികൾ സമുദ്രത്തിന് ചുറ്റും നിൽക്കുക മൂസാ നബിയെ പിടിക്കാൻ. ഇനി മൂസാ നബിക്കും കൂടെ ഭൗതികമായി ഒന്നും ചെയ്യാനില്ല, ഇനി അള്ളാന്റെ സഹായം തന്നെ, അല്ല വേറെ ഒരു വഴിയില്ല. ഇതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് മാത്രമല്ല, എതിരാളികൾ മുഴുവൻ തടിച്ചുകൂടി അദ്ദേഹത്തെ പിടിക്കാൻ നടക്കുകയാണ്. ഈ ഭൗതികമായിട്ടൊന്നും ചെയ്യാൻ, രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. പക്ഷെ അള്ളാന്റെ ഔലിയാക്കൾ ആ നേരം അള്ളാഹ് സഹായിക്കും. അതാണ് അത്ഭുതകരമായ സഹായം എന്ന് പറഞ്ഞത്. രണ്ട് കൂട്ടരെയും ഈ രൂപത്തിൽ അള്ളാഹ് സഹായിക്കും. റബ്ബ് അവന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ അവരെ പിന്നെ അത്ഭുതകരമായി ഖർഖുൽ ആദത്ത്, അസാധാരണ സംഭവം എന്നൊക്കെ പറഞ്ഞു, ആ രൂപത്തിലാണ് ഇവരെ രണ്ട് വിഭാഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. ഈ യാത്ര സത്യത്തിൽ ഈ ഹിജറ ഒരു മാറ്റത്തിന്റെ വലിയൊരു പോയിന്റായിരുന്നു പറയുന്നത്. മദീന ഹിജറ ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കി. അന്ന് വരെ ഉള്ള ചരിത്രമല്ല ഹിജറക്ക് ശേഷമുള്ള ചരിത്രം. പിന്നെ അവിടെ ഒരു ഇസ്ലാമിക രാജ്യമുണ്ടായി. പിന്നെ ഇസ്ലാമിനെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിക്കുന്ന വലിയ വലിയ നേതാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ വളർത്തിയുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരാ പണി ചെയ്തു. അവർ ചെയ്ത കാര്യങ്ങൾ വലിയ അത്ഭുതമാണ്. പക്ഷെ അവരും ഈ മൂസാ നബിന്റെ സഹാബികളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കുറെ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യത്യാസം പറയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളെ പോലെ ആയിരുന്നില്ല മൂസാ നബിയുടെ സഹാബികൾ. വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മൂസാ അലൈഹി സ്വലാം പറയുന്നതൊന്നും അവര് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഒരു പശുക്കുട്ടിയെ ആരാധിച്ചൊരു കൂട്ടരായിരുന്നു. 40 ദിവസം മൂസാ നബി മാറി നിന്നപ്പോൾ പശുക്കുട്ടിനെ ആരാധിച്ചു. ആരെ? ഇസ്രായേല്യൻ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? അല, നിങ്ങൾ അറിയണം ഒരു കാര്യം പറയേണ്ട സമയത്ത്, മൻകാന യാബുദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫൈന്ന മുഹമ്മദൻ ഖദ്മാൻ, മുഹമ്മദ് താൻ മരിച്ചു കിടക്കുന്നു. വമൻ ഖാന യാബുദുള്ള, ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫൈനല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്, അള്ളാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനൊരിക്കലും മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് ആരെങ്കിലും നബി ജീവിച്ചിരിക്കുമ്പോൾ നബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുകയും പരാതി പറയുകയും ചെയ്തിരുന്നവരോട് പറയാ, ആ പ്രവാചകൻ മരിച്ചുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നബിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നബിയോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നബി ഇവിടെ റൂഹ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ റബ്ബ് എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഈ തൗഹീദിന്റെ ആശയം പ്രചരിപ്പിക്കലായിരുന്നല്ലോ പണി. എന്താണ് റസൂല് പറഞ്ഞത് അതൊക്കെ അവർ ജീവിതത്തിലുണ്ടായിരുന്നു, ആര്? സഹാബികളെ. എന്നാൽ ഇസ്രായേലിൽ അങ്ങനെയായിരുന്നില്ല. അവരോടൊരു പശുക്കുട്ടിനെ ആരാധിക്കാൻ പിന്നെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തത്? അതിന്റെ നിറം എന്താണ്, അതെങ്ങനെയാണ്, അതിന്റെ കോലെങ്ങനെയാണ്, അതാണോ ഇതാണോ, തടിയുള്ളത് വേണോ അല്ലാത്തത് വേണോ, ഇങ്ങനെ ചർച്ച ചെയ്തു പോവുക. സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല. നബി ഒരു കാര്യം പറഞ്ഞാൽ ആ നിമിഷം അത് ജീവിതത്തിൽ പകർത്തുന്നു. അവരൊക്കെ മദ്യപിച്ചിരുന്നു, മദ്യപാനത്തിന്റെ അടിമകളായിരുന്നു പലരും. എത്രത്തോളം എന്ന് മരിച്ചാൽ ജാഹിലി കാലഘട്ടത്തിലെ ചില ആൾക്കാരുടെ കവിതകൾ കാണും. മരിച്ചാൽ പോലും നമ്മളെ കബറുമേ മുന്തിരിവള്ളി നടണം, അതിന്റെ താഴെന്റെ വേരിലൂടെ വല്ല ലഹരിയും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിമകളായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിലൊരു വചനം ഇറങ്ങിയപ്പോൾ
എന്താ വചനം? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും മദ്യം, അതുപോലെ ചൂതാട്ടം, അതുപോലെ ശിർക്കുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട്, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, മ്ലേച്ഛമാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം ഇറങ്ങിയ ആ നിമിഷം, മദ്യം വിറ്റിരുന്ന വ്യാപാരികൾ ആ നിമിഷം തന്നെ ആ മദ്യത്തിന്റെ പാത്രങ്ങൾ മറിച്ചിട്ട ചരിത്രം എന്താണോ ഇസ്ലാം പറഞ്ഞത്, ആ സമയം തന്നെ ജീവിതത്തിൽ പകർത്തുക. ഇസ്രായേലിയരോട് നിങ്ങളൊരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിയാണെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്നായിരുന്നു ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞത്. ഏതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞതോ? നബി ബദറിന്റെ സമയത്ത് മുഹാജിറോടൊക്കെ അഭിപ്രായം ചോദിച്ചു, അവർ സിദ്ദീഖ് ഉമറത്ത് എന്താ കാട്ടുക, നമ്മൾ യുദ്ധം വിചാരിച്ചു വന്നല്ല, അവരിതാ വലിയ സൈന്യമായിട്ട് വന്ന് എന്താ കാട്ടുക? അവർ പറഞ്ഞു, എന്തെല്ലാം നബി ഞങ്ങളോട് ചെയ്യണം, എന്താ നിങ്ങൾ ചെയ്യണം, എന്നെ ഞങ്ങൾ കൂടെ ഉണ്ട്. എന്നിട്ട് മുഹാജിറുകളെ പിന്നെ ഒന്നുകൂടി പ്രതിനിധീകരിച്ചിട്ട് മിഖ്ദാദ് വളരെ സുന്ദരമായി പറഞ്ഞ മറുപടി ബദറിന്റെ സമയത്ത് നമ്മൾ പറയലുണ്ട്. അതുപോലെ അൻസാരികളെ പ്രതികരിച്ച് സഅദ് ബിൻ മുആദും ഇവരൊക്കെ പറയാണ്, ഈ കടൽ ചാടാൻ പറഞ്ഞ ഞങ്ങൾ റെഡിയാണ്. അതുപോലെ അങ്ങകരയുടെ യമനിലേക്ക് ഇപ്പൊ പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അവര് നബിയോട് ചെയ്ത കരാർ പൂർത്തിയാക്കുകയായിരുന്നവര്. കരാർ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് നബി എന്താണോ പറഞ്ഞ ജീവിതത്തിൽ പുറത്തണം, അല്ലാതെ ആരാധ്യനയില്ലെന്ന പിന്നെ അല്ലാത്തവർക്ക് വിവാദത്ത് കൊടുക്കാൻ പാടില്ല, അതൊക്കെ ഒരു കരാറാണ്. ഇവര് നബിയെ മദീനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നബി ഹിജറ പോണതിന് തൊട്ടുമുമ്പുള്ള സംഭവമാണല്ലോ അഖബയിലുള്ള സമ്മേളനം. അവിടെ വെച്ചിട്ട് പിൽക്കാലത്ത് അൻസാറുകളാകാൻ പോകുന്ന മദീനയിലെ ആ നിവാസികളോട് നബി പറഞ്ഞു, ഞാനങ്ങോട്ട് വരാം, നിങ്ങളെന്നെ അങ്ങോട്ട് വല്ലാതെ ക്ഷണിക്കുന്നുണ്ടല്ലോ, ഞാനങ്ങോട്ട് വരാം, പക്ഷെ ചില നിബന്ധനകളുണ്ട്, അത് പാലിക്കുമോ? അവർ പറയും, എന്ത് നിബന്ധനയാണ്, ഞങ്ങൾ റെഡിയാണ്. എന്നാ കേട്ടോളി, എലസ്തമികത്തോ, ഞാൻ എന്ത് പറയുന്നു നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം, അതിന് തയ്യാറാണോ? ഫിൽ മനുഷ്യത്തി വൽമക്കർ, എപ്പോഴും ഉന്മേഷം ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും. മനുഷ്യന് രണ്ടവസ്ഥ വരും, ചിലവർ ആവേശത്തിലൊക്കെ ചെയ്യും, പിന്നെ കുറേ ആവേശം പോവും, പിന്നെ അവനെ കിട്ടൂല. അപ്പൊ നബി പറയാ, ഉന്മേഷം ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം, അതിന് തയ്യാറുണ്ടോ? ഞങ്ങൾ തയ്യാറാണ്. അന്നഫഖത്തിയൽ യുസ്രി വൽ ഉസ്ർ, പൈസ ഉണ്ടാകുമ്പോൾ ഇല്ലാത്തപ്പോഴും ചെലവഴിക്കേണ്ടി വരും, തയ്യാറുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. വലൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതിനുണ്ടോ? എന്റെ കൂടെ നിങ്ങളെ പണി ചെയ്യോ? അതിനൊക്കെ അവർ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നബി ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ആ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. അവരോരോരുത്തരും ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക ചെയ്തു. ഓരോരുത്തരും ആ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം എത്തിയ ചില സ്ഥലങ്ങൾ പണ്ഡിതന്മാരിങ്ങനെ പറയുന്നുണ്ട്. ജസീറത്തുൽ അറബിന്റെ കിഴക്കോട്ടെടുത്താൽ പേർഷ്യൻ സാമ്രാജ്യം, അതായത് ഇന്നത്തെ ഇറാൻ, ഇറാഖ്, അവിടെയൊക്കെ അന്ന് അവരുടെ കാലത്ത് തന്നെ ഇസ്ലാം എത്തി. അതുപോലെ മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലാണ് ഇമാം ബുഖാരിയൊക്കെ. മദീനയിൽ നിന്ന് 5000-ഓളം കിലോമീറ്റർ അകലുള്ള സ്ഥലമാണ് അതൊക്കെ. ഇന്ന് മുസ്ലിം ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞ രണ്ടാം സ്ഥാനം സ്വഹീൽ ബുഖാരി. അത് അന്യ നാട്ടിൽ നിന്നുള്ള അറബിയല്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം ക്രോഡീകരിച്ചതാണ് സ്വഹീൽ ബുഖാരി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ ഇന്ത്യയുടെ അതിർത്തിയായ സിന്ധിൽ, അതൊക്കെ ആ കാലത്ത് കിഴക്ക് ഭാഗം. ഈ പടിഞ്ഞാറോട്ടെടുത്താലോ ഈജിപ്ത്, ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ കടന്ന് യൂറോപ്പിന്റെ വാതിലെന്ന നിലക്കറിയപ്പെടുന്ന സ്പെയിനിൽ വരെ ഇസ്ലാം അവരെ കാലത്ത് എത്തിച്ചു, ഉത്തമ നൂറ്റാണ്ട്. ഇനി വടക്ക് ഭാഗം എടുത്താലോ സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, അർമേനിയ, അനറ്റോലി എന്ന തുർക്കിയുടെ ഭാഗങ്ങളാണ്. അവിടേക്ക് എത്തിച്ചു. നബിയുടെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം വന്നു എന്ന ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ഓരോരുത്തരും ഈ ദൗത്യം കെട്ട് ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഉമ്മത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. നമുക്ക് അഭിമാനിക്കണം. അഭിമാനിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ ഒന്ന് വിചാരണ നടത്തണം. നമ്മൾ ഈ സഹാബികളെ പിൻപറ്റുന്നതിന് പകരം നേരത്തെ പറഞ്ഞ ജൂതന്മാരുടെ വഴിയാണോ സ്വീകരിക്കുന്നതെന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. നബി തിരുമേനി പറഞ്ഞു, പിൽക്കാലത്ത് ഒരുപാട് വ്യതിചലനങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന അവസ്ഥ വരും. ആ സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം എന്താ? മാ അന അലൈഹിൽ യൗമ വസ്സഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു വിശ്വാസത്തിലും കർമ്മത്തിലുമാണോ അതുപോലെ ജീവിക്കുന്നവർക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം നോക്കണം.
ഇന്ന് വിലക്കപ്പെട്ട ശപിക്കപ്പെട്ട ജൂതന്മാർ മൂസാ നബി എന്ന മഹാപ്രവാചകൻ എന്ന ഭാഗ്യം ഉണ്ടാകുമ്പോൾ പോലെ ആ ഭാഗ്യം മനസ്സിലാക്കാത്തവർ, അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടില്ല, പിൽക്കാലത്ത് അവരുടെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള ആ ജൂതന്മാര് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരവസ്ഥ ഉമ്മത്തിന് വരും. അത്തരം ആൾക്കാർക്ക് പിന്നെ രക്ഷ ഉണ്ടാവില്ല. വിശ്വാസങ്ങളിലും അവർ വ്യതിചലിച്ചിട്ടുണ്ട്, കർമ്മങ്ങളിലും അതുപോലെ വേറുള്ള അനേകം വിഷയങ്ങളിലും, അനേകം വിധത്തിന്റെ വിഷയങ്ങളിലും ഇന്ന് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവരുടെ ജീവിതവുമായി ഇങ്ങനെ തട്ടിച്ചു നോക്കണം, ഇവരുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കണം. ഇന്ന് ഈ ഉമ്മത്തിന് മിക്കവാറും എല്ലാവരെ പറ്റിയല്ല പറയണേ, എന്താണ് ബാധ്യത എന്ന് പോലും അറിഞ്ഞുകൂടാ. ദീന് പഠിക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. എന്താ ദീനുള്ളതെന്ന് പഠിക്കുന്നില്ല. ആരൊക്കെയോ ഉണ്ടാക്കുന്ന പദ്ധതികളുടെ പിന്നാലെ പോവാണ്. ഇന്നത്തെ യുവാക്കളെ കണ്ടില്ലെങ്കിൽ ഏതോ നാട്ടിൽ നടക്കുന്ന ഫുട്ബോൾ കളി, അത് നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വലിയ ആവേശം. ആരോ എവിടെയോ കളിക്കുന്നതിന് അതിന് വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും അതിനുവേണ്ടി പന്തയങ്ങൾ വെക്കുകയും അതിനുവേണ്ടി തന്നെ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നറിഞ്ഞോളൂ, ഒരു കളിക്ക് വേണ്ടി. ഇതുപോലെ ഓരോ വിഷയം എടുത്ത് നോക്കിയാൽ ചില ഉദാഹരണങ്ങൾ എന്നുള്ള നമ്മുടെ മനസ്സിൽ എവിടെ പോയി പരിശുദ്ധ ഖുർആൻ ഇത് സുന്നത്തും പഠിക്കേണ്ട ഈ ഉമ്മത്ത്, പൂർവികരായ ആ സഹാബികൾ വിരിച്ച വിരിയിൽ അപ്പം നമ്മൾ കിടക്കുന്നത്. അവരൊക്കെയാണ് ഇവിടെ ഇസ്ലാമിനെ എത്തിച്ച്. നമുക്ക് ചില ബാധ്യതകളില്ലേ, അത് നിർവഹിച്ച് അതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഇസ്ലാം അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജൂതന്മാരെ പറ്റി പറയണ അവർ 0.2% ലോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 1000-2 0.2 എന്നാണ് 1%, 5-1 എന്നാ പറയാം. ഇത് മുസ്ലിം ലോകത്ത് 25% ഉണ്ട് എന്ന് പറയും. അതാണെങ്കിലോ കുറച്ചുകൂടി കൊല്ലം കഴിഞ്ഞാൽ അത് വളർന്ന് ഏറ്റവും വലിയ ഒരു മതവിഭാഗമായി മാറും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും അള്ളാഹിന്റെ ദീൻ അവരിങ്ങനെ എത്തിക്കുക. പക്ഷെ അതിൽ നമുക്ക് എന്ത് പങ്കുണ്ട് എന്ന് നമ്മൾ നോക്കണം. അന്ന് ഒന്നാമതായി നമ്മൾ ദീനീ ജീവിതം നയിക്കുന്നതാണ്. എന്തുണ്ട് കിതാബിൽ, എന്തുണ്ട് സുന്ന, അത് നോക്കുക. സഹാബികൾ കാണിച്ചതുപോലെ അത് ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അതല്ലാതെ വ്യതിചലിച്ച കക്ഷികളുടെ പിന്നാലെ പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. എന്തൊക്കെയാ ദീനിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. എപ്പോഴാണ് മരിച്ചു പോകാന്ന് അറിഞ്ഞുകൂടാ. അതിന്റെ മുമ്പ് നമ്മളിവിടെ വേണ്ടതൊക്കെ റെഡിയാക്കി വെക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നിങ്ങൾ പകർത്തണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യണം. നമ്മുടെ സർക്കാർ, നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവുമല്ലോ. ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്, ലഹരിക്കെതിരെയുള്ള. അത് നല്ല ഒരു പദ്ധതിയാണ്. നമ്മളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിന് പിന്തുണ കൊടുക്കുക. അപ്പോൾ അവരതിൻ്റെ നമ്പറൊക്കെ എവിടെയെങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടോ വേറെ പല സ്ഥലം കേന്ദ്രീകരിച്ചിട്ട് ഈ മാഫിയ ഇങ്ങനെ ആൾക്കാരെ ലഹരിയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പല കമ്പനികളുണ്ട്. അവരെ കണ്ട് വിവരം കൊടുത്താൽ നമ്പറിൽ അറിയിച്ചാൽ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളും. കാരണം അത് വല്ലാത്തൊരു അപകടമാണല്ലോ. പല വീടുകളെ ഇത് ബാധിച്ചിട്ടുണ്ടാകും. അവരുടെ ബുദ്ധിമുട്ടൊന്നും പ്രത്യേകം പറയണ്ട. സ്വന്തത്തെ തകർക്കൽ, അതുവഴി കുടുംബത്തിന് മുഴുവൻ സമാധാനം കെടൽ, ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ദുരന്തമാണത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മുസ്കിർ ഹറാം, ലഹരി ഉണ്ടാകണം ഒക്കെ ഹറാമാണ്. അപ്പോൾ ചിലർ കുറച്ച് മതി, കുറച്ചായ അങ്ങനെ അതൊന്നും പറ്റില്ല. മാ അസ്കറ കസീറു വ ഖലീലു ഹറാം, ലഹരി ഉണ്ട് അത് എത്ര കുറവാണെങ്കിലും മുഴുവനും ഹറാമാണ്. ഉമ്മുൽ ഖബായ്, തിന്മയുടെ മാതാവ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിന്റെ വിഷയത്തിൽ 10 പേരെ ശപിച്ചതായി ഒരു ഹദീസിൽ കാണാം. ആ മദ്യം ഉണ്ടാക്കുന്ന പിഴിഞ്ഞെടുക്കുന്ന ആള്, അത് പിഴിഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്ന ആള്, ശാരിവ കുടിക്കുന്ന ആള്, ഹാമില മദ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ആള്, വൽ മഹമൂലത്തിൽ ആർക്കാണോ കൊണ്ടുപോകണ അവനെ, സാക്കി അത് കുടിപ്പിക്കുന്നവന്, ബായി അത് വിൽക്കുന്നവന്, ആക്കിൽ സമന് അതിന്റെ സമന് തിന്നുന്നവന് അതിന്റെ കൂലി, അൽ മുസ്തരിൽ അത് വാങ്ങുന്നവന്, ഒൽ മുസ്തറാത്തുൽ ആർക്കാണോ അങ്ങനെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പുറത്ത്. അപ്പൊ ലഹരിയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഹറാമാണ് ദീനിൽ. അതുമായി ഒരുപാട് വചനങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കേൾപ്പിച്ചെന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ ഇതിൽ പെട്ടുപോകാന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഏതൊരു നന്മയിലും സഹകരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പലരും അതിൻ്റെ ആൾക്കാർ അവിടെ ഇവിടെ കണ്ടുണ്ട്. അതിനെപ്പറ്റി വിവരം കൊടുക്കുക. കാരണം അത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെയൊക്കെ തകർക്കുന്ന പരിപാടിയാണ്. ഒരു നിലക്കും അതിന് നമ്മളത് നീക്കുപോക്ക് നടത്താൻ പാടില്ല. ആര് ചെയ്താലും ആ വിവരം കൊടുക്കുക എന്നുള്ളതാണ്.
അതോടെ ഇല്ലായ്മ ചെയ്യണം. അത് ചെയ്താൽ ഒരു മഹാ അപകടമെന്ന് ആൾക്കാർക്ക് തോന്നും. ഇതിപ്പോൾ ഇങ്ങനെ പോയി അത് സർവ്വവ്യാപകമായി ഇതൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള കോലത്തേക്ക് എത്തുകയാണ്. അപ്പം ഇത് നല്ലൊരു കാര്യമായതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ 2027 ഹജ്ജിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയം 22-ാം തീയതി മുതലാന്ന് തോന്നുന്നുണ്ട്. അടുത്ത മാസം ജൂലൈ 20 വരെയാണ് അതിൻ്റെ സമയം. ശ്രദ്ധിക്കുക, ഹജ്ജ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ടതാണ്. എനിക്കതിൻ്റെ ബാധ്യത ഉണ്ടോ? ബാധ്യത ഉണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം ഇല്ല എന്നാണ്. കാരണം ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ് സ്ഥാപിച്ചത്. അതിലൊന്നാണ് ഹജ്ജ് എന്ന് പറയണം. അത് ചെയ്തിരിക്കണം. നമുക്ക് എല്ലാറ്റിനും പൈസ ഉണ്ട്, അതിന് മാത്രം പൈസ ഉണ്ടാവില്ലാതെ പറ്റൂല. അത് നോക്കുക. പിന്നെ ചെയ്യുന്നവർ കുറേ കഴിയട്ടെ കാത്തുക്കണ്ട. പലരും വയസ്സാൻ കാത്തുനിന്നിട്ട് പിന്നെ അങ്ങനെ കാണും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടിന് വേദന, നടക്കാൻ വയ്യ, പിന്നെ ഉന്തുവണ്ടിൻ്റെ ആൾക്കാർ വേണം, അവരെ കഷ്ടപ്പെടുത്തണം, പിന്നെ എത്തേണ്ടടുത്ത് എത്തൂല. കാരണം ഇത് കുറേ നടക്കാനൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് നബി തിരുമേനി യഥാജ്ജൽ, ഹജ്ജ് ഉദ്ദേശിച്ചവർ ധൃതി കൂട്ടട്ടെ, പെട്ടെന്ന് ചെയ്യട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞില്ല എന്നൊക്കെ വരുമല്ലോ. അപ്പം അതിൻ്റെ ബാധ്യത ഉള്ള ആൾക്കാരെ ചിന്തിക്കുക. ഉമർ ഖത്താബൊക്കെ കണക്കെടുക്കാൻ ആളേൽപ്പിച്ചിരുന്നു, എവിടെയൊക്കെയാണ് ബാധ്യത ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവർ. എന്നിട്ട് വിവാഹം മുസ്ലിങ്ങളല്ല, എന്നിട്ട് അവരെ മേൽ നികുതിയാണ്, സക്കാത്ത് വാങ്ങാതെ. മുസ്ലിങ്ങളെടുത്ത് നിന്ന് സക്കാത്ത്, നിങ്ങളെടുത്ത് നിന്ന് സക്കാത്തല്ല, നികുതിയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ സാന്ദർഭികമായി സമയം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. മറ്റൊന്ന്, ഖുർആൻ പഠിക്കാൻ നല്ലൊരു അവസരം നമ്മുടെ ഈ പള്ളിയിൽ തന്നെ അടുത്ത വെള്ളി മുതൽ 3-ാം തീയതി വെള്ളി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം കുറച്ച് സമയമുള്ളൂ. പരിശുദ്ധ ഖുർആനാണ് പഠിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും ഷറഫുള്ള ഗ്രന്ഥമാണ്. പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണേ. ഇങ്ങനെ അവസരമൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടല്ലോ, ഒക്കെ കേൾക്കാതെ അതൊക്കെ വേറെ ഏതോ ടീം ചെയ്തോളും വിചാരിച്ച് പോയാൽ ഒക്കെ കേരിക്കേണ്ടി വരും എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം. അത് ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു നമ്മൾ അതിനെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള, സലഫ് സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം, തൗഫീഖ് അള്ളാഹ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ രക്ഷിക്കുമാറാവട്ടെ. നമ്മെ എല്ലാം അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين.